ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് സോയില ഹെയർ അക്സറീസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ ക്യാൻഡി ക്ലിപ്പാണ്. അപ്പം നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് 12 സെൻറ്റിമീറ്റർ വീതിയും 16 സെൻറ്റിമീറ്റർ നീളവുമുള്ള ഒരു ഫാബ്രിക് എടുക്കണം. ഞാനിവിടെ കുറച്ച് ഡാർക്ക് കളറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കളർഫുൾ ആയിട്ട് ഉണ്ടാക്കിയാൽ നല്ലതായിരിക്കും. ഇത് ഞാൻ നല്ല വശം അകത്താവുന്ന രീതിയിൽ ഇങ്ങനെ മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ സെൻറ്ററിലോട്ട് രണ്ട് ഭാഗത്തുനിന്നും മടക്കി കൊടുക്കണം ഇതേപോലെ. എന്നിട്ട് നമുക്ക് രണ്ട് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിൻ്റെ രണ്ട് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. രണ്ട് സൈഡും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ചുകൂടെ കളർഫുൾ ആയിട്ടുള്ള ഫാബ്രിക് എടുക്കാൻ ശ്രമിക്കണം. എൻ്റെ കയ്യിലിപ്പം അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ് ഞാൻ എടുത്തത്. ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തു. അതുപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡും മറ്റേ സൈഡും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ ഈവനായിട്ട് നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ സൈഡും നമ്മൾ കഴിഞ്ഞു, സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് കെട്ടിട്ട് കൊടുക്കാം. എണ്ണോട്ടിട്ട് കൊടുക്കാം. നമ്മൾ നോട്ടിട്ട് കൊടുത്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിനെ ഒന്ന് തിരിച്ചിടണം. നമ്മളിതിനെ ഒന്ന് തിരിച്ചിട്ടു, നല്ല വശം പുറത്താക്കിയിട്ടു. ഇനി നമുക്കിതിൻ്റെ രണ്ട് സൈഡിൽ നിന്നും ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്നും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം നേരെ. സ്റ്റിച്ച് ചെയ്തു. അവിടെ നമ്മളൊന്ന് കെട്ടിക്കൊടുത്തു. നമ്മൾ മിഠായി കവറൊക്കെ ഇങ്ങനെ പിരിച്ച് വെക്കുമ്പോൾ ഇരിക്കുന്ന പോലെ അതുപോലെ ഒന്ന് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ സൈഡൊന്ന് കെട്ടിക്കൊടുത്തു. കെട്ടിക്കൊടുത്തതിന് ശേഷം നമുക്കിതിനകത്തോടെ നമ്മുടെ മെയിൻ ഐറ്റം ആഡ് ചെയ്യാനുണ്ട്. എന്ന് പറയുന്ന പഞ്ഞിയാണ്. പഞ്ഞിയായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ പഴയ ചെറിയ തുണി കഷ്ണങ്ങൾ ഇങ്ങനെ മുറിച്ചിട്ട് വെച്ച് കൊടുത്താലും മതി. പഞ്ഞിയാകുമ്പോൾ കുറച്ചുകൂടെ നല്ലതായിരിക്കും. നമുക്കിതിൻ്റെ അകത്തോട്ട് പഞ്ഞി കയറ്റി കൊടുക്കാം. പഞ്ഞി വെച്ചിട്ട് അപ്പോഴേ മിഠായിയുടെ പോലെ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ഇതിൻ്റെ മറ്റേ എൻഡും നമ്മൾ ആദ്യം ചെയ്തതുപോലെ മിഠായിയുടെ കവർ ഇങ്ങനെ പിരിച്ചിരിക്കുന്ന പോലെ നമുക്ക് ഈ എൻഡും കൂടി ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആ എൻഡ് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആ എൻഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ലെവൽ ചെയ്തൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് രണ്ട് എൻഡിലും ഓരോ പിംപോം ഒട്ടിച്ചു കൊടുക്കാം. പിംപോം ഇല്ലെങ്കിൽ എന്തെങ്കിലും തെർമോക്കോൾ ബോൾസോ ഡെക്കറേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും കല്ലോ സ്റ്റോൺ ഐറ്റം എന്തെങ്കിലുമോ ഒക്കെ ഒട്ടിച്ചു കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ക്യാൻഡി ഹെയർ ക്ലിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.